ദേവന്റെ അനുമതി മേടിച്ചില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്ന കാരണങ്ങളൊന്നാണ്. ദേവന്റെ അനുമതി കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് SITക്ക് അറിയാൻ പറ്റുന്നത്? പ്രാസം ഒപ്പിച്ച് തന്ത്രിയെയും മന്ത്രിയെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്നറിയില്ല. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് പിന്നാലെ നിരവധി വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നെല്ലാമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ദേവന്റെ അനുമതി മേടിച്ചില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്ന കാരണങ്ങളൊന്നാണ് ആചാരാനുഷ്ഠാനങ്ങൾ, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല. ഇത് എങ്ങനെ SITക്ക് അറിയാവുന്ന സ്വാഭാവികമായൊരു ചോദ്യമില്ലേ? ദേവന്റെ അനുമതി കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് SITക്ക് അറിയാൻ പറ്റുന്നത്? താന്ത്രിക ആചാരങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അപ്പോൾ തന്ത്രിയെ കുടുക്കിയതാണെന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? എന്താണ് തന്ത്രി ചെയ്ത തെറ്റം? പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം, ഞാനത് മുഴുവൻ വായിച്ചു. റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം തന്ത്രി സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയെന്നില്ല. തന്ത്രി ഏതെങ്കിലും രീതിയിൽ മെറ്റീരിയൽ എവിഡൻസ് തന്ത്രിക്കെതിരെ ഇല്ല. അപ്പോൾ തന്ത്രിയെ യഥാർത്ഥത്തിൽ കുടുക്കി ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി, ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അയ്യപ്പ വിശ്വാസി എന്ന എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിന് പ്രതികാരം ശങ്കർദാസ് എന്ന് പറയുന്ന 83 വയസ്സായ പ്രായമായ സ്ട്രോക്ക് വന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് പ്രതികാരം തീർക്കലല്ല. അതല്ല ദൈവത്തിൻ്റെ വഴി, അതല്ല അയ്യപ്പൻ്റെ വഴി, അതല്ല നീതിയുടെ വഴി. അതായത് ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ശങ്കർദാസിൻ്റെ സുപ്രീം കോടതി ജാമ്യാപേക്ഷ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണോ. 83 വയസ്സായ പക്ഷാഘാതം വന്ന് കിടക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിൽ ഒപ്പിട്ടു എന്ന ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ട്രയൽ ഘട്ടത്തിൽ വരട്ടെ. ഇപ്പോഴേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് മെറിറ്റാണുള്ളത്? അപ്പം പ്രാസം ഒപ്പിച്ച് തന്ത്രിയെയും മന്ത്രിയെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്നറിയില്ല. ശബരിമലയോ സ്വാമി അയ്യപ്പനെയോ ഒരു പൊളിറ്റിക്കൽ ഫുട്ബോളായി നമ്മൾ യൂസ് ചെയ്യരുത്, ഈ വശത്തേക്കും ആ വശത്തേക്കും. അപ്പോൾ തന്ത്രി ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിരപരാധിയാണ് എന്നാണ് തോന്നുന്നത്. നാളെ കോടതി മാറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി മാറ്റി പറയാൻ ഉദ്ദേശിച്ച കോടതി നമ്മുടെ ധാരണ മാറ്റുകയാണെങ്കിൽ നമുക്കും ആ ധാരണയിലേക്ക് തീർച്ചയായും എത്താം. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ദേവന്റെ അനുജ്ഞ അഥവാ അനുമതി വാങ്ങിയില്ല, താന്ത്രിക ആചാരങ്ങളിൽ പിഴവ് വരുത്തി, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് തടഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഫ്രിവിലസ് ആണ് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കുറ്റം പറയാൻ കഴിയൂ? ഈ തന്ത്രി അറിയാതെ ഇത്തരത്തിലുള്ള മൂല്യ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് കടത്താൻ സാധിക്കുമോ? അവിടെയാണ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത്. തന്ത്രി മാത്രമല്ല, എല്ലാവരും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നിന്നാണ് എടുത്തത്. അവിടെ നിന്ന് എടുത്തതല്ല പ്രശ്നം, എടുത്തതിൽ നിന്ന് സ്വർണം മാറ്റിയതല്ലേ പ്രശ്നം. പല ആൾക്കാരും ചോദിക്കുന്നത് തന്ത്രി അറിയാതെ അവിടെ ഒരു ഇല അനങ്ങുമോ എന്നാണ്. മന്ത്രിയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ മന്ത്രി അറിയാതെ ഒരു ഇല അനങ്ങുമോ എന്നാണ്. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രി അറിയാതെ ഒരു ഇല അനങ്ങുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇല അനങ്ങുന്നതിൻ്റെ പ്രശ്നമല്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദ്വാരപാല ശില്പങ്ങളും വാതിൽ പാളികളും ഇളക്കിയെടുത്തു. അതിനുശേഷം ദ്വാരപാല ശില്പങ്ങളുടെ കാര്യങ്ങളിൽ 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെത്തിയത്. പോകുന്ന വഴി ഉണ്ണികൃഷ്ണ പോറ്റി ഏതെങ്കിലും രീതിയിൽ അത് അഴിച്ചെടുക്കുകയോ മാറ്റുകയോ ചെയ്താൽ അത് നോക്കിക്കൊണ്ട് നിന്നവരെല്ലാം പ്രശ്നമാകും. പോറ്റിയെ 20 വർഷമായി പരിചയമുണ്ടെന്ന്, പോറ്റിയെ 30-40 വർഷമായി പരിചയമുള്ളവർ കാണും, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യൂ. ഇതൊക്കെ യഥാർത്ഥത്തിൽ സോളിഡ് ഗ്രൗണ്ടുകൾ അഥവാ കാതലുള്ള ഗ്രൗണ്ടുകളാണ് എന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ജസ്റ്റിസ് വിജയരാഘവൻ, ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാർ, ജസ്റ്റിസ് ജയകുമാർ സാറിൻ്റെ ബെഞ്ചിലേക്ക് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങൾ വരുമ്പോൾ അവരിത് പരിഗണിക്കുമെന്നും അവരുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാകുമെന്നുമാണ്. ഇനി അറിഞ്ഞിരിക്കാനാണ്, എല്ലാവരുടെയും ലീഗൽ പൊസിഷന് വേണ്ടി അറിഞ്ഞിരിക്കാനാണ്. എല്ലാ അമ്പലങ്ങളിലും 2 കാര്യങ്ങളുണ്ട്, 2 കൈകളുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവാണ്, ഒന്ന് ആചാരപരമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി ദേവസ്വം ബോർഡാണ്. ആചാര കാര്യങ്ങളിലെ പൂർണ്ണ ഉത്തരവാദി ആചാര്യൻ അഥവാ തന്ത്രിയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ ഉത്തരവ് തന്ത്രി തടയാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതിന് എന്ത് ഉത്തരവാണ്? ഓർക്കുക, സാധനം എടുത്തുകൊണ്ട് പോയതല്ല പ്രശ്നം, ആ സാധനത്തിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയതാ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണം, ആ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി, തിരിച്ച് അതേപോലെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധനം എടുത്തുകൊണ്ട് പോയതല്ല, സാധനത്തിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയത്, തീർന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ദേവസ്വം മാനുവൽ പ്രകാരം സാധനങ്ങൾ വെളിയിൽ പൊക്കൂടെന്നാണ് പറയുന്നത്. ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡല്ലേ.
അപ്പോൾ ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കണം. തന്ത്രിയെ കുടുക്കിയതാണ് എന്ന് സംശയിക്കാനുള്ള ഗ്രൗണ്ട്സ് ഇവയാണ്. കാര്യം ദേവൻ്റെ അനുമതി വേങ്ങിയില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു IPC സെക്ഷൻ പ്രകാരം ഒരു ആചാരനെ അറസ്റ്റ് ചെയ്യുന്നത്. ദേവൻ്റെ അനുമതി, ആചാര കാര്യങ്ങൾ, ഇതൊന്നും ക്രിമിനൽ കുറ്റമല്ല എന്നുള്ള അടിസ്ഥാനമായ ബേസിക് ലീഗൽ നോളജ്, അതിലെ ആ ലീഗൽ നോളജ് നമ്മൾ സംസാരിക്കണം. സബ്ജക്റ്റ് ടു കോർട്ട്സ് കറക്ഷൻ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോഴോ ഹൈക്കോടതിയുടെ സമക്ഷം ഈ വിഷയം വരുമ്പോഴോ ഏതെങ്കിലും രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഹൈക്കോടതിയോട് പ്രാർത്ഥിക്കുന്നത്.